ഹലോ കുട്ടികളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SCERT പുറത്തിറക്കിയ 8ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പർ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം സെക്ഷൻ എ ആണ്. സെക്ഷൻ എ ഹാസ് 4 ക്വസ്റ്റ്യൻസ്, 4 ചോദ്യങ്ങളുണ്ട്. ഒരു മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 8.5 സ്ക്വയർ ഈക്വൽസ് 64 പ്ലസ് ഡാഷ് പ്ലസ് 0.35. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ കാണാൻ എളുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. 8.5 സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ്? 8.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 0.5 സ്ക്വയർ ആണല്ലോ. നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ആദ്യം 8 സ്ക്വയർ പ്ലസ് എന്തായിരുന്നു 2 × 8 × 0.5 പ്ലസ് 0.5 സ്ക്വയർ എന്നതാണ്. അപ്പോൾ ഇവിടെ നടുക്ക് വരുന്ന ഈ മിഡിൽ ഭാഗത്തുള്ളതാണ് ഇവിടെ മിസ്സിങ്. അപ്പോൾ ഇത് നമുക്ക് ഇൻറ്റു ചെയ്തെടുക്കാം. 2 × 5 എത്രയാണ്? ഇവിടെ 0.5 ആണ്. 2 × 5 എത്രയാണ്? 10 ആണ്. 10 × 8 80. ഇവിടെ ഒരു 0.5 അല്ലേ, അപ്പോൾ ഒരു പോയിന്റ് ലെഫ്റ്റിലോട്ട് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്ന ആൻസർ? 8 ആണ്. 8.0. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് 3 മെഷേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ ബീയിങ് ഈക്വൽ ടു ദ സെയിം മെഷേഴ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ മേക്ക് ദ റിമൈനിങ് 3 മെഷേഴ്സ് ഓൾസോ ഈക്വൽ? ഒരു ത്രികോണത്തിൻ്റെ ഏത് 3 അളവുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ അതേ അളവുകൾക്ക് തുല്യമായാലാണ് മറ്റ് 3 അളവുകൾ തുല്യമാവുക. ഇവിടെ അളവുകൾ മെഷേഴ്സ് എന്ന് പറയുന്നത് മൊത്തം ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ 6 മെഷേഴ്സാണുള്ളത്. 3 ആംഗിൾസും അതുപോലെ 3 സൈഡ്സും. അപ്പോൾ ഇതിൽ ഏതൊക്കെ മെഷേഴ്സ് തുല്യമായാലാണ് അടുത്ത 3 അളവുകൾ തുല്യമാവുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 സൈഡ്സ് തുല്യമായാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 സൈഡ്സ് അതൊരു ഓപ്ഷനാണ്, കറക്റ്റാണ്. ഇനി 2 സൈഡ്സ് ആൻഡ് എനി 1 ആംഗിൾ, രണ്ട് സൈഡും ഒരു ആംഗിളും ആണോ? 2 സൈഡ്സും ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 സൈഡ്സ് അല്ലേ. 2 സൈഡ്സും അതിനിടയിലുള്ള ആംഗിളാണ് വേണ്ടത്, ഏതെങ്കിലും ഒരു ആംഗിൾ അല്ല. 1 സൈഡ് ആൻഡ് എനി 2 ആംഗിൾസ്, ഒരു സൈഡും ഏതെങ്കിലും 2 ആംഗിളും അല്ല, ഒരു സൈഡും അതിൻ്റെ എൻഡിൽ വരുന്ന 2 ആംഗിളുമാണ്. 3 ആംഗിൾസ് തുല്യമായാൽ അങ്ങനെ ആവില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ ആണ്. 3 സൈഡ്സ് തുല്യമാണെങ്കിൽ, 3 വശങ്ങൾ തുല്യമാണെങ്കിൽ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മൂന്നാമത്തെ ചോദ്യം, റീഡ് ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് എ, ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ഈസ് 540 ഡിഗ്രി. സ്റ്റേറ്റ്മെൻറ്റ് ബി, ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഈ വർഷം മുതൽ കൊണ്ടുവന്ന പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾസ്, ഒരു പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ തുക 540 ആണെന്ന്. സ്റ്റേറ്റ്മെൻറ്റ് ബിയിൽ പറയുന്നത് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നൗ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ബിലോ. ഈ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് എഴുതാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ഈസ് 540. നമുക്കറിയാം പെൻറ്റഗണിനകത്തെ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 540 തന്നെയാണ്. അത് ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇട്ട് ചെയ്താൽ മതിയല്ലോ. n-2 × 180 ആണ് സം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. പെൻറ്റഗൺ ആകുമ്പോൾ 5 സൈഡാണ്. അപ്പോൾ 5 - 2 × 180 ചെയ്താൽ മതിയാകും. 5 - 2 എത്രയാണ്? 3. ഇതൊന്നും ചെയ്യണ്ട കേട്ടോ, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 540. അതെ, പെൻറ്റഗണിനകത്തെ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 540 ആണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ബി നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ട്രയാങ്കിളിനകത്തെ ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ എയും ബിയും എന്താണ്? ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കൂ, എ ട്രൂ, ബി ഫോൾസ്. എ ഫോൾസ്, ബി ട്രൂ. നമുക്ക് 2 കാര്യങ്ങളും ട്രൂ ആണല്ലോ. ബോത്ത് ആർ ട്രൂ, ബി ഈസ് ദ റീസൺ ഫോർ എ. രണ്ടും ട്രൂ ആണ്, ബി ആണ് എയുടെ റീസൺ എന്ന്. ഇത് എയുടെ റീസൺ ആണോ എന്ന് നമുക്ക് നോക്കാമല്ലോ. പെൻറ്റഗൺ ആണ് അല്ലേ. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ഈ 5 വശങ്ങളുള്ള രൂപം. അതിനെ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ആക്കി മാറ്റാം? 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റിക്കൂടി. ഒരു ട്രയാങ്കിളിനകത്തെ ആംഗിൾസിൻ്റെ സം 180 അല്ലേ. അപ്പോൾ 3 ട്രയാങ്കിളിനകത്തെ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180. അതായത് 3 × 180 തന്നെയല്ലേ 540. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എയും ബിയും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് എയുടെ റീസൺ തന്നെയാണ് എന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ബി അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. രണ്ടാമത്തത് ഒന്നാമത്തെ പ്രസ്താവനയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് റീസണും കൂടിയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്? ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും വായിക്കുക. അതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ട് വരുന്നത്? ഒന്നാമത്തെ നോക്കൂ, ഓൾ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണ്. അതെ, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ നോക്കൂ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ 3 ലീവ്സ് റിമൈൻഡർ 2. പെർഫെക്റ്റ് സ്ക്വയറുകളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെന്ന്.
പെർഫെക്റ്റ് സ്ക്വയറുകളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 അല്ലേ കിട്ടുന്നത്? അല്ല. 1 അല്ലേ കിട്ടുന്നത്? അപ്പോൾ റിമൈൻഡർ 2 ആണോ? അല്ല. ഇതപ്പോൾ ഈ പ്രസ്താവന, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 1. ഓഡ് നമ്പറുകളുടെ സ്ക്വയറുകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 2 ഓർ 0. പെർഫെക്റ്റ് സ്ക്വയറുകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2ഓ 0യോ ആണ് കിട്ടുന്നതെന്ന്. അത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1ഉം 3ഉം. അപ്പോൾ 1ഉം 3ഉമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള 1 and 3 are 2. ബി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ ബി ആണ്. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ്. 4 ചോദ്യങ്ങളുണ്ട്. 2 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. 5ാമത്തെ ചോദ്യം, എ റെഗുലർ പോളിഗൺ ഹാസ് 10 സൈഡ്സ്. ഒരു റെഗുലർ പോളിഗണിന് 10 വശങ്ങളുണ്ട്. ഹൗ മച്ച് ഈസ് ആൻ ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? ഇതിൻ്റെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? ഹൗ മച്ച് ഈസ് ആൻ ഇന്നർ ആംഗിൾ? ഒരു ഇന്നർ ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതൊരു പോളിഗൺ ആയാലും അതിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സം എത്രയാണ്? 360 ആണ്. അതുപോലെ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഔട്ടർ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/n × 360 എന്ന ഇക്വേഷൻ ഇട്ടാൽ നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ കിട്ടും. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കിട്ടാനായിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടെ എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 വശങ്ങൾ അല്ലേ? അപ്പോൾ എന്നിന് പകരം ഇവിടെ 10 കൊടുക്കുക. 1/10 × 360. ഈ 0ഉം ഈ 0ഉം കൂടെ കട്ടായി പോയിട്ട് നമുക്ക് എത്ര കിട്ടും? 36 ഡിഗ്രി. ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ഡിഗ്രി. ഇനി അതിൽ അടുത്ത പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്, ഹൗ മച്ച് ഈസ് ആൻ ഇന്നർ ആംഗിൾ? ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? ഇന്നർ ആംഗിൾ, ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇന്നർ ആംഗിളിൽ നിന്ന് 180 മൈനസ് ചെയ്താൽ മതി. അതുപോലെ ഇന്നർ ആംഗിൾ, അതായത് ഔട്ടർ ആംഗിളിൻ്റെയും ഇന്നർ ആംഗിളിൻ്റെയും സം എത്രയാണ്? 180 അല്ലേ ഒരു വെർട്ടെക്സിലെ? അപ്പോൾ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഔട്ടർ ആംഗിളിൽ നിന്ന് 180ൽ നിന്ന് ഔട്ടർ ആംഗിളായിട്ട് കിട്ടിയ അളവ് എത്രയാണോ അത് മൈനസ് ചെയ്യുക. അപ്പോൾ 180ൽ നിന്ന് 36 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ 144 ഡിഗ്രി എന്ന് കിട്ടും. 6ാമത്തെ ചോദ്യം, ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് എബോവ് ദ ഡയഗണൽ ആർ ഈക്വൽ ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ബിലോ ദ ഡയഗണൽ. കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഡയഗണൽ അല്ലേ, വികരണം. അതിൻ്റെ ഈ ഡയഗണലിൻ്റെ മുകളിലുള്ള ലെഫ്റ്റിലെയും റൈറ്റിലെയും ലൈനുകൾ, സൈഡുകൾ ആ ഡയഗണലിന് താഴെയുള്ള ലെഫ്റ്റിലെയും റൈറ്റിലെയും സൈഡുകൾക്ക് തുല്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഹിൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ക്ലൂസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. നോക്കൂ, ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററലാണ് ഇവിടെ തന്നിരുന്നത്. നമുക്കതിനെ പേര് കൊടുക്കാം. ABCD എന്ന പേര് കൊടുക്കും. ഇനി എന്തെന്താ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? ഈ ഡയഗണലിൻ്റെ ലെഫ്റ്റിലെയും റൈറ്റിലെയും സൈഡുകൾ ഈ ഡയഗണലിന് താഴെയുള്ള ലെഫ്റ്റിലെയും റൈറ്റിലെയും സൈഡുകൾക്ക് തുല്യമാണെന്ന്. ഈ ഡയഗണലിലെ മുകളിലുള്ള ലെഫ്റ്റിലെ ലൈൻ ഏതാണ്? AD. അപ്പോൾ AD ഏതിന് തുല്യമായിരിക്കും? ഇതിൻ്റെ താഴെയുള്ള ലെഫ്റ്റ് സൈഡായ ABക്ക് തുല്യമായിരിക്കും. അതുപോലെ ഡയഗണലിന് മുകളിലുള്ള CD ഡയഗണലിന് താഴെയുള്ള റൈറ്റ് സൈഡിലെ BCക്ക് തുല്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നോക്കേണ്ടത്? നമുക്ക് നോക്കുമ്പോൾ ഇത് കാണാമല്ലോ, AC എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ട്രയാങ്കിളിനും താഴെയുള്ള ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പോൾ AC = AC. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ട്രയാങ്കിൾ നോക്കുമ്പോൾ, ട്രയാങ്കിൾ ADCയും ട്രയാങ്കിൾ ABCയും നോക്കുമ്പോൾ ഈ ട്രയാങ്കിൾ ADCയുടെ 3 സൈഡ്സും ട്രയാങ്കിൾ ABCയുടെ 3 സൈഡ്സും എന്താണ്? ഈക്വലായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? The 3 sides of triangle ADC and triangle ABC are equal അല്ലേ? ട്രയാങ്കിൾ ADCയുടെയും ട്രയാങ്കിൾ ABCയുടെയും 3 വശങ്ങൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സോ ദ ആംഗിൾസ് ഓപ്പോസിറ്റ്, അപ്പോൾ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു 3 സൈഡ്സ്, ഈ 3 വശങ്ങൾക്കും എതിരെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? ടു 3 സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ തുല്യമായ വശത്തിന് എതിരെയുള്ള കോണുകളും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് AD = AB ഇങ്ങെടുത്താൽ AD ABയും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ADയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ് അല്ലേ? അതായത് ആംഗിൾ ACD. ഇതാ ഇവിടെ C ഇല്ലല്ലോ, ഇവിടെ C ഇട്ട് കൊടുത്താൽ മതി. ഇനി ABക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? ഇവിടെ ആംഗിൾ ACB ആണ്. ആംഗിൾ
ACB. ആംഗിൾ ACBയുടെ മെഷർ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ACB 30 ഡിഗ്രിയാണ്, ആംഗിൾ ACD 30 ഡിഗ്രിയാണ്. അതായത് ഇവിടെ എത്ര ഡിഗ്രി തന്നെയാണ്? 30 ഡിഗ്രി. ഇനി അടുത്ത് തന്നിരിക്കുന്നത് CD യും BC യും തുല്യമാണ്. CD ഈക്വൽസ് BC. അപ്പോൾ CDക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? CDക്ക് ഓപ്പോസിറ്റ് ഇതാ കിടക്കുന്നല്ലോ, CAD അല്ലേ? അപ്പോൾ CDക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ CAD ഈക്വൽസ് BCക്ക് ഓപ്പോസിറ്റ് നോക്കൂ, BC ഉണ്ടല്ലോ, BCക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ CAB. ആംഗിൾ CAB അതിൻ്റെ മെഷർ എത്രയാണ്? 40 ഡിഗ്രി അല്ലേ? അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാം? 40 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ മുകളിലത്തെ ത്രികോണം നോക്കൂ, ട്രയാങ്കിൾ നോക്കൂ, അതിൽ 2 ആംഗിൾ ഉണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല, രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം 180 നിന്ന് മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ ആംഗിൾ D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 180 മൈനസ് 40 പ്ലസ് 30 അല്ലേ? 180 മൈനസ് 40 പ്ലസ് 30 എത്രയാണ്? 70. അപ്പോൾ ആംഗിൾ എത്രയെന്ന് കിട്ടും? 180 മൈനസ് 70 എത്രയാണ്? 110 ഡിഗ്രി എന്ന് കിട്ടും. അതായത് നമുക്ക് ആംഗിൾ D എത്രയെന്നാണ് കിട്ടുന്നത്? 110. ഇവിടെ 110 ആണെങ്കിൽ ഈ തുല്യമായ ACക്ക് ഓപ്പോസിറ്റ് 110, ഈ ACക്ക് താഴെ അപ്പോൾ എത്രയായിരിക്കും? 110 ആയിരിക്കും. അപ്പോൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് ആണ്, ഈ ചതുർഭുജത്തിൻ്റെ ആംഗിൾസ് ആണ്. അതായത് ആംഗിൾ A എത്രയാണ്? 40 പ്ലസ് 40 എത്ര കിട്ടും? 80 ഡിഗ്രി അല്ലേ? ഞാനിവിടെ ഇട്ട് എഴുതാം. ആംഗിൾ A എത്രയാണ്? 40 പ്ലസ് 40 80 ഡിഗ്രി. അതുപോലെ ആംഗിൾ C എത്രയാണ്? 30 പ്ലസ് 30 60 ഡിഗ്രി. പിന്നെ ബാക്കി ആംഗിൾസ് ഇവിടെ ഉണ്ട്. ആംഗിൾ B 110, ആംഗിൾ D എത്രയാണ്? 110. ഏഴാമത്തെ ചോദ്യം, വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 80 ഡിഗ്രി. വാട്ട് ക്യാൻ ബി ദ അതർ 2 ആംഗിൾസ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു കോണളവ് 80 ഡിഗ്രിയാണ്. വാട്ട് ക്യാൻ ബി ദ അതർ 2 ആംഗിൾസ്? അപ്പോൾ എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ? ഏഴാമത്തെ ചോദ്യമാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണമാണ് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? രണ്ട് സൈഡ്സ് തുല്യമാണെങ്കിൽ അവയുടെ 2 ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ആംഗിൾ നമുക്ക് 80 എന്ന് എടുക്കാം. അതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ABC എടുത്ത് ആംഗിൾ C നമുക്ക് 80 എടുക്കുകയാണെങ്കിൽ Aയും Bയും തുല്യമായിരിക്കും. 2 സൈഡ്സ് ഈക്വൽ ആണല്ലോ. ഐസോസെലസിൻ്റെ പ്രത്യേകത എന്താണ്? 2 സൈഡ്സ് തുല്യം. 2 സൈഡ്സ് തുല്യമാണെങ്കിൽ 2 ആംഗിൾസ് എന്തായിരിക്കും? ഈ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യമായിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 80 മൈനസ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 180 80 മൈനസ് എത്രയാണ്? 100. 100/2 എത്രയാണ്? 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെയും 50 എന്ന് വരും, ഇവിടെയും 50 എന്ന് വരും അല്ലേ? ഓക്കെ, ഇനി ഇത് ഞാൻ ഈ ഒരു കോൺ എടുത്തപ്പോഴാണ്. ഇനി അപ്പോൾ കോണളവ് എങ്ങനെയാവാം? 80 50 50 അതൊരു സെറ്റ് അല്ലേ? ഇനി എങ്ങനെയാവാം? ഐസോസെലസ് ട്രയാങ്കിളിൽ ഈ തുല്യമായ കോണളവുകൾ നമുക്ക് 80 ആക്കിക്കൂടെ? 80 ആക്കാമല്ലോ. തുല്യമായ കോണളവുകൾ 80 ആക്കിയാൽ ഇവിടെ എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ കൂട്ടിയതിന് ശേഷം 180 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 180 മൈനസ് 80 പ്ലസ് 80. അതായത് 180 നിന്ന് 160 മൈനസ് ചെയ്യുക. അതായത് എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി. അപ്പോൾ ഏതൊക്കെയാവും? ആദ്യം 80 50 50. അടുത്ത ഏതാണ്? അടുത്ത സെറ്റ് ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? 80 80 20. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു കോൺ 80 ഡിഗ്രി ആയാൽ 2 ടൈപ്പായിട്ട് നമുക്ക് ആംഗിൾ കിട്ടും. 80 50 50 80 80 20. എട്ടാമത്തെ ചോദ്യം, യൂസിങ് 65 ഈക്വൽസ് 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൈറ്റ് 130 ആസ് ദ സം ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയർ. അതായത് എട്ടാമത്തെ ചോദ്യമാണ്. 65നെ നമുക്ക് 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതുപയോഗിച്ചുകൊണ്ട് 130നെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മാക്കി എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഒരു ഫോർമുല അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 2xy എന്ന് എഴുതാം അല്ലേ? ഇതെടുത്ത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 65 ഈക്വൽസ് ഇവിടെ 8ൻ്റെ പ്ലേസിൽ എക്സ് ആയിട്ടും എടുക്കുക, 1നെ വൈ ആയിട്ടും എടുക്കുക. അപ്പോൾ ഇവിടെ 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന രീതിയിലാണ് കിടക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, അതായത് 8 പ്ലസ് 1ൻ്റെ സ്ക്വയർ മൈനസ് 2xy 2 8 y എത്രയാ? 1. ഇനി നമുക്ക് 130നെ എഴുതേണ്ടത്. 130 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65 പ്ലസ് 65 130. അപ്പോൾ ഈ 65നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 8 പ്ലസ് 1ൻ്റെ സ്ക്വയർ
മൈനസ് 2 ഇൻറ്റു 8 എത്രയാണ് 16 അല്ലേ. അതുപോലെ ഈ 65നെയും നമുക്ക് അങ്ങനെ എഴുതാം. 8+1 സ്ക്വയർ 9 എന്നാലും എഴുതിക്കോ 8+1 സ്ക്വയർ മൈനസ് 16 അല്ലേ. 8+1 സ്ക്വയർ എത്രയാണ് 9 സ്ക്വയർ. ബാക്കി മൈനസ് 16. 8+1 സ്ക്വയർ എത്രയാണ് 9 സ്ക്വയർ എത്രയാണ് 9 സ്ക്വയർ മൈനസ് 16. ഈ 9 സ്ക്വയർ ഇവിടെ കിടക്കട്ടെ. ബാക്കി ഇത്രയും നമുക്ക് ചെയ്യാം. മൈനസ് 16. 9 സ്ക്വയർ എത്രയാണ് 81 മൈനസ് 16. 9 സ്ക്വയർ ഇത് ഇത്രയും നമുക്ക് ചെയ്യുമ്പോൾ 81ഉം 16 കൂടി കൂട്ടുമ്പോൾ 32. 81ൽ നിന്ന് 32 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 49 കിട്ടും. 49 ഏതിൻ്റെ സ്ക്വയറാണ് 7ൻ്റെ സ്ക്വയറാണ്. അതായത് 9 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എന്ന് നമുക്ക് 130 എഴുതാം. ഇനി സെക്ഷൻ സി ആണ്. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർ 3 ഈച്ച്. ഈ സെക്ഷന് 3 ചോദ്യങ്ങളാണുള്ളത്, ഓരോന്നിനും 3 മാർക്ക് വീതം. അപ്പോൾ 9ാമത്തെ ചോദ്യം ഇതിൽ എ ചോദ്യമാണ്. സി ദ പാറ്റേൺ ഓഫ് ദീസ് ഇക്വേഷൻസ്. ഈ പാറ്റേൺ നോക്കൂ. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈക്വൽസ് 3 ഈക്വൽസ് 2 പ്ലസ് 1. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈക്വൽസ് 5 ഈക്വൽസ് 3 പ്ലസ് 2. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽസ് 7 ഈക്വൽസ് 4 പ്ലസ് 3. റൈറ്റ് ദ നെക്സ്റ്റ് ഇക്വേഷൻസ് ഇൻ ദിസ് പാറ്റേൺ. എളുപ്പമല്ലേ. 2 3 4 അടുത്തത് എന്തായിരിക്കും 5 മൈനസ് 1 2 3ൻ്റെ സ്ക്വയർ അടുത്തതിൻ്റെ സ്ക്വയർ എത്ര ആയിരിക്കും 4 ഈക്വൽസ് ഇവിടെ 4 3 കൂട്ടി 7 അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 4 കൂട്ടി എത്രയായിരിക്കും 9 5 പ്ലസ് 4. അടുത്ത പാറ്റേൺ എങ്ങനെ എഴുതുക 5 ആണെങ്കിൽ ഇവിടെ 6ൻ്റെ സ്ക്വയർ മൈനസ് 4ൻ്റെ സ്ക്വയർ കഴിഞ്ഞ അടുത്ത എത്രയാണ് 5ൻ്റെ സ്ക്വയർ 6 5 കൂട്ടുമ്പോൾ 11 ഈക്വൽസ് 6 പ്ലസ് 5 അല്ലേ. അപ്പോൾ നമ്മൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു. അത് ഇതിൻ്റെ 1ാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഇൻ ഓൾജിബ്ര. ഇതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഈക്വൽസ് 9 ഈക്വൽസ് 5 പ്ലസ് 4 അങ്ങനെ ഒരു പാറ്റേൺ ആണല്ലേ. അതായത് ഇവിടെ 4 ആണെങ്കിൽ 5, 3 ആണെങ്കിൽ 4 ആയിരിക്കും. ഇവിടുത്തെ നമ്പറിൽ നിന്നും 1 കൂടുതലാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതുമ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ എന്താ എഴുതുക x+1 എന്ന് എടുക്കുക. അപ്പോൾ x+1ൻ്റെ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ക്വയർ. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. x+1ൻ്റെ സ്ക്വയർ എന്താണ് എക്സ് സ്ക്വയർ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. ഇതിൻ്റെ എക്സ്പാൻഷൻ മൈനസ് ആരുണ്ട് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ മൈനസ് എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ബാക്കി 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എത്രയാണ് 2x. 1ൻ്റെ സ്ക്വയർ 1 അപ്പോൾ 2x പ്ലസ് 1 എന്ന് കിട്ടും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 3 കൊടുക്കുകയാണെങ്കിലോ 3ൻ്റെ സ്ക്വയർ 3 പ്ലസ് 1 എത്രയാവും 4ൻ്റെ ഇപ്പോൾ എക്സിന് ഞാനൊരു 3 കൊടുത്ത് നോക്കട്ടെ. 3 പ്ലസ് 1 എത്രയാണ് 4ൻ്റെ സ്ക്വയർ അല്ലേ. 4ൻ്റെ സ്ക്വയർ മൈനസ് വീണ്ടും 3ൻ്റെ സ്ക്വയർ ഈക്വൽസ് 2x പ്ലസ് 1. എക്സിൻ്റെ പ്ലേസിൽ 3 അല്ലേ. 2 ഇൻറ്റു 3 എത്രയാണ് 6 പ്ലസ് 1 7 അല്ലേ. ഈ ഒരു പാറ്റേൺ അല്ലേ നമ്മൾ കണ്ടത്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് വാട്ട് ഈസ് 50 സ്ക്വയർ മൈനസ് 49 സ്ക്വയർ എന്തായിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി. ഇവിടുത്തെ ആൻസർ എങ്ങനെയായിരിക്കും കേട്ടോ. 4 ആണെങ്കിൽ ഇവിടെ 5 അല്ലേ. അതായത് തൊട്ട് മുമ്പിലുള്ള അടുത്ത നമ്പറാണ് തൊട്ട് മുമ്പിൽ കിടക്കുന്നത്. ഇവിടെ 49 ആണെങ്കിൽ ഇവിടെ എത്രയാണ് 50. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെടുത്താൽ മതി. ഇവിടെ 5 പ്ലസ് 4 ചെയ്ത് നോക്കുന്നത്. അതായത് x+1 ആണ് ഇവിടെ ചെയ്തത്. ഒരു നമ്പറും അതിനടുത്ത നമ്പറും കൂടെ എന്ത് ചെയ്യുക കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 50 49 കൂടി എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി അല്ലേ. 50 49 കൂട്ടുമ്പോൾ എത്രയാണ് 99. അതാണ് 50ൻ്റെ സ്ക്വയർ മൈനസ് 49ൻ്റെ സ്ക്വയർ. ഇനി 9ാമത്തെ ചോദ്യത്തിൽ ഒരു ഓർ ചോദ്യം കൂടെയുണ്ട്. എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. സം നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ചില എണ്ണൽ സംഖ്യകളെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായി എഴുതിയിരിക്കുന്നു. നോക്കൂ. 8ന് 4 ഇൻറ്റു 2 ഇൻറ്റു 1 അതായത് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 12ന് 4 ഇൻറ്റു 3 ഇൻറ്റു 1 ഈക്വൽസ് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്. റൈറ്റ് 20 ആസ് ദ ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്. ഈ 4നെയും 8നെയും 2നെയും 16നെയും എഴുതിയതുപോലെ 20നെ ഇതുമാതിരി എഴുതുക. 20നെ എഴുതുമ്പോൾ ഇവിടെ എല്ലാം 4 4 4 അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 2 3 4 അടുത്ത് എത്രയാണ് 5 ഇൻറ്റു 1 ഇൻറ്റു ഇത് നോക്കൂ. 4 ഇൻറ്റു 5 20 20 ഇൻറ്റു 1 എത്ര 20 അല്ലേ. ഇവിടെ 3 4 5 അപ്പോൾ അടുത്ത എത്രയായിരിക്കും 6. 6ൻ്റെ സ്ക്വയർ മൈനസ് 1 2 3 4. 6ൻ്റെ സ്ക്വയർ 36 4ൻ്റെ സ്ക്വയർ 16. കുറയ്ക്കുമ്പോൾ നമുക്ക് 20 തന്നെ കിട്ടും. അപ്പോൾ 20നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 20 ഈക്വൽസ് 4 ഇൻറ്റു 5 ഇൻറ്റു 1 ഈക്വൽസ് 6 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഇനി 2ാമത്തെ ചോദ്യം 2ാമത്തെ പാർട്ട്. ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എനി മൾട്ടിപ്പിൾ ഓഫ് 4 സ്റ്റാർട്ടിംഗ് വിത്ത് 8 ആസ് ദ ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ്. അപ്പോൾ 8 മുതലുള്ള
നമ്പറുകളെയാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. 8 മുതലുള്ള ഈ 8, 12, 16, 20ൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 8 തൊട്ട് തുടങ്ങുന്ന 4ൻ്റെ മൾട്ടിപ്പിൾസിനൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളൊരു ഓൾജിബ്ര രീതിയിൽ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം? 9ാമത്തെ ചോദ്യത്തിൻ്റെ ബി പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദ്യമാണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ നമ്മൾ എങ്ങനെ, മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ, 4ൻ്റെ ഗുണിതമാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആ നമ്പറിനെ നമുക്ക് എന്തുകൊണ്ട് ഇൻഡു ചെയ്തെടുക്കാൻ പറ്റും? 4 കൊണ്ട് ഇൻഡു, 4 ഇൻഡു എന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ ഒരു എക്സ് ആണെങ്കിൽ എക്സിനെ നമുക്ക് 4 കൊണ്ട് ഇൻഡു ചെയ്താൽ നമുക്ക് 4x എന്ന് കിട്ടും. ഈ ഒരു ടൈപ്പാണ് 4ൻ്റെ മൾട്ടിപ്പിൾ. ഇപ്പോൾ 4x 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ, 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇങ്ങനെ 4x എന്ന് കിട്ടിയാൽ അതിനർത്ഥം എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾ എന്നാണ്. ഇനി നമുക്കതാ ഈ ഒരു ഐഡൻറ്റിറ്റി നോക്കാമല്ലോ. x+1 the whole square മൈനസ് x-1 the whole square അല്ലേ. ഇതിനെ x+1 the whole square എക്സ്പാൻഡ് ചെയ്താലോ x² പ്ലസ് 2x പ്ലസ് 1 മൈനസ് x-1ൻ്റെ സ്ക്വയർ ആണെങ്കിലോ x² മൈനസ് 2x പ്ലസ് 1 അല്ലേ. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x² പ്ലസ് 2x പ്ലസ് 1 മൈനസ് x² മൈനസ് 2x എന്താവും? പ്ലസ് 2x പ്ലസ് 1 എന്താവും? -1. മൈനസ് x² മൈനസ് x² മൈനസ് 1 പ്ലസ് 1. 2x കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 4x. കണ്ടോ, 4x അല്ലേ. 4x എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് എങ്ങനെയാകാം? നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾ 8 തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യാവൂ. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ x തൊട്ട് ആവണമെങ്കിൽ 4 × 2 ആണ് 8 അല്ലേ. അതായത് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 2ഉം 2വിനേക്കാൾ കൂടിയ വാല്യൂസ് നമുക്ക് ഇതിൽ ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റും. എന്നാലേ നമുക്ക് 8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾസ് കിട്ടുകയുള്ളൂ. 4 × 2 അല്ലേ 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തിൽ 1, 2, 3 അങ്ങോട്ടുള്ള നമ്പേഴ്സേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ 2 എടുത്തേ. 2 + 1 എത്രയാണ്? 3. 3ൻ്റെ സ്ക്വയർ മൈനസ് 2 - 1 എത്രയാണ്? 1. 1ൻ്റെ സ്ക്വയർ ഈക്വൽസ് 4 × 2. ഇവിടുത്തെ 4 × 2 എത്ര? 8. അപ്പോൾ 8നെ അല്ലേ നമ്മൾ അങ്ങനെ എഴുതിയത്. ഇനി അടുത്ത 2 കഴിഞ്ഞ് 3 എടുത്താലും അടുത്ത ഒരു 8ൻ്റെ മൾട്ടിപ്പിളിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും കേട്ടോ. 10ാമത്തെ ചോദ്യം, ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഹാഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്. ഏതോ ഒരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മിൻ്റെ എന്താണ്? പകുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി സൈഡ്സ് ദിസ് പോളിഗൺ ഹാവ്? അങ്ങനെയാണെങ്കിൽ ഈ പോളിഗണിന് എത്ര സൈഡ് ഉണ്ട് എന്നാണ് 1ാമത്തെ പാർട്ട് ചോദ്യം. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ എന്താണെന്ന്? പകുതിയാണെന്ന് അല്ലേ. നമുക്ക് ഏതൊരു പോളിഗൺ ആയാലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണ്? 360. അതുപോലെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. എന്താ? n-2 × 180. ഇനി ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് ഇന്നർ ആംഗിളിൻ്റെ സമ്മിൻ്റെ പകുതിയാണ്. അതായത് 1/2 ആണ്. ഈ സമ്മിൻ്റെ പകുതിയാണ്. അപ്പോൾ 1/2 × n-2 × 180 ആണ്. ഇവിടെ 180ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? n-2 × 90. ഇപ്പുറത്ത് എന്തുണ്ട്? 360 ഉണ്ട്. ഈ 90 താഴോട്ട് ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയല്ലേ, അത് സമചിഹ്നത്തിന് ഈക്വൽ സൈന് ലെഫ്റ്റിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 90 ഈക്വൽസ് n-2. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 4, 36/9 എത്രയാണ്? 4 ആണ്. n-2 4 എന്ന് കിട്ടും. n ഈക്വൽസ് -2 ഇപ്പുറം വരുമ്പോൾ എന്താവും? +2 ആവും. അപ്പോൾ 6 ആണ്. 6 വശങ്ങളുള്ള സൈഡാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചോദ്യം എന്തായിരുന്നു? ഹൗ മെനി സൈഡ്സ് ഡസ് ദിസ് പോളിഗൺ ഹാവ്? ഈ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടെന്നല്ലേ. അപ്പോൾ എത്ര സൈഡാണ്? 6 സൈഡ്. അപ്പോൾ 1ാമത്തെ പാർട്ടിൻ്റെ ആൻസറായി. ഇനി 2ാമത്തെ പാർട്ടിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് എ റെഗുലർ പോളിഗൺ, ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഹൗ മച്ച് വുഡ് ബി ഈച്ച് ഇന്നർ ആംഗിൾ? ഓരോ ഇന്നർ ആംഗിളും എത്രയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ ഔട്ടർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഔട്ടർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എത്ര ഇന്നർ ആംഗിൾ ഉണ്ടോ അത്രയും ഔട്ടർ ആംഗിളും കാണും അല്ലേ. അപ്പോൾ ഔട്ടർ ആംഗിളിൻ്റെ സം 360 ആണെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ എങ്ങനെയായിരിക്കും? 360ന് ഇപ്പോൾ 6 വശമല്ലേ ഉള്ളത്, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത്രയാണ് 60 ഡിഗ്രിയാണ് ഒരു ഔട്ടർ ആംഗിൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഇന്നർ ആംഗിളിൻ്റെ അളവാണ് അല്ലേ. ഇന്നർ ആംഗിളിൻ്റെ അളവ് ഔട്ടർ ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. 180ൽ നിന്ന് 60 ഡിഗ്രി മൈനസ് ചെയ്യുക. 180ൽ നിന്ന് 60 മൈനസ് ചെയ്താൽ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒരു ഇന്നർ ആംഗിൾ കിട്ടാം. ഇനി 3ാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ വിത്ത് നമ്പർ ഓഫ് സൈഡ്സ് 1 ലെസ് ദാൻ ദിസ്? ഈ വശത്തിനേക്കാളും 1 കുറവായിട്ടുള്ള വശങ്ങളുടെ ഔട്ടർ ആംഗിളിൻ്റെ അളവ് എത്രയായിരിക്കും? ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു വശത്തിൻ്റെ മൊത്തം ആകെ സൈഡ് എത്രയാണ്? 6 വശങ്ങളാണ് അല്ലേ. അപ്പോൾ
വൺ സൈഡ് ലെസ് ആകുമ്പോൾ 6 എന്നുള്ളത് എത്ര ആയിട്ട് മാറും? 5 എന്നായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 1 ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഒരു ഔട്ടർ ആംഗിളുടെ സമ്മ് മാറത്തൊന്നുമില്ല, എത്ര തന്നെയാണ്? 360 ആണ്. 360നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 ഡിഗ്രി. ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ്? 72 ഡിഗ്രി. 11ാമത്തെ ചോദ്യം നോക്കാം. ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 9 ആൻഡ് 1/9. അതായത് ഒരു നമ്പറിൻ്റെ സ്ക്വയറിൻ്റെയും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സ്ക്വയറിൻ്റെയും സം എത്രയാണ്? 9 ആൻഡ് 1/9 ആണ്. വാട്ട് ഈസ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ്? അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ എത്രയാണ്? അപ്പോൾ നമുക്ക് നമ്പർ എന്തായിട്ട് എടുക്കാം? ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ നമ്പർ എത്രയാണെന്ന് എടുക്കുക. എക്സ് ആണെങ്കിൽ എക്സ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? ഒരു നമ്പറിനെ തിരിച്ചിടുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്, അല്ലേ? 1/x എന്ന് എഴുതാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 9 ആൻഡ് 1/9, അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയറുകൾ x² പ്ലസ് 1/xൻ്റെ സ്ക്വയർ. ഇതിൻ്റെ സം x² പ്ലസ് 1/xൻ്റെ സ്ക്വയറാണ്. സമ്മാണ് 9 ആൻഡ് 1/9. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയറുകളുടെ സം എത്രയാണ്? 9 ആൻഡ് 1/9. മനസ്സിലായോ? ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഒരു നമ്പറിൻ്റെയും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെയും സ്ക്വയറുകളുടെ സം എത്രയാണ്? 9 ആൻഡ് 1/9. മനസ്സിലായോ? ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവയുടെ സമ്മിൻ്റെ സ്ക്വയർ എത്രയാണ്? അതായത് എക്സ് പ്ലസ് 1/x അതിൻ്റെ സ്ക്വയർ നമ്മൾ x+5 എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. x² പ്ലസ് 2xy, അതായത് ഇവിടുത്തെ എക്സ് തന്നെയാണ്. വൈക്ക് പകരം എന്ത് കൊടുക്കുക? 1/x കൊടുക്കുക. എക്സ് വൈക്ക് പകരം 1/x പ്ലസ് y², അതായത് 1/xൻ്റെ സ്ക്വയർ. ഓക്കെ, x² പ്ലസ് ഇവിടെ താഴെയും എക്സ് ഉണ്ട്, മുകളിലും എക്സ് ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. പ്ലസ് 2 പ്ലസ് 1/xൻ്റെ സ്ക്വയർ. നമുക്ക് ഈ രണ്ട് ടേമുകളും കൂടി അടുത്തടുത്ത് എഴുതാം. x² പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2. ഇതെത്രയെന്നാ തന്നേക്കുന്നത്? 9 ആൻഡ് 1/9 അല്ലേ? അപ്പോൾ 9 ആൻഡ് 1/9 പ്ലസ് 2, അതായത് 9 ആൻഡ് 1/9 നമുക്ക് 9 പ്ലസ് 1/9 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 11 ആൻഡ് 1/9. ഇനി അതിൻ്റെ ബി പാർട്ട് ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസുകളുടെ സ്ക്വയർ എത്രയാണ്? ഇവിടെ പ്ലസ് ചെയ്തല്ലേ എഴുതിയതിന് നമ്മൾ അതിനെ മൈനസ് ചെയ്ത് എഴുതുക. അതായത് എക്സ് മൈനസ് 1/xൻ്റെ സ്ക്വയർ എന്ത് ചെയ്താൽ മതി? x² മൈനസ് 2xy ആണല്ലേ? അപ്പോൾ 2x ഇൻറ്റു 1/x ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കുക, പ്ലസ് 1/xൻ്റെ സ്ക്വയർ. ബാക്കിയൊന്നും മാറ്റമില്ല, എക്സും ക്യാൻസലായി പോവും. അപ്പോൾ x² ഇതിനെ നമുക്ക് അടുത്ത് എഴുതാം. പ്ലസ് 1/xൻ്റെ സ്ക്വയർ മൈനസ് 2. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 9 ആൻഡ് 1/9 ആണ്, മൈനസ് 2. അപ്പോൾ 9 ആൻഡ് 1/9 9 പ്ലസ് 1/9 എന്ന് പറയാം. 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 7 ആൻഡ് 1/9 ആണ് ആൻസർ. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യവും ഓർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ, പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററൽ, നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? 4 വശമുള്ളൊരു രൂപം, അല്ലേ? അപ്പോൾ ആ ഒരു ക്വാഡ്രിലാറ്ററൽ ഞാൻ ഇവിടെ പേര് കൊടുത്തു ABCD. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്താണെന്ന്? ഈക്വൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ എന്താവുമെന്ന് പ്രൂവ് ചെയ്യുക? പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? ബിയും, ഇവിടെ സിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? എയും. ഞാനിവിടെ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ സിയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ആംഗിൾ ബി വൈ ആണെങ്കിൽ ആംഗിൾ ഡിയും എന്തായിരിക്കും? വൈ ആയിരിക്കും, അല്ലോ? അത് മനസ്സിലായല്ലോ. നമുക്കിനി പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസിനകത്തെ സം എത്രയാണ്? 360 അല്ലേ? അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് എഴുതണം? 360 കിട്ടണം, അല്ലേ? ആംഗിൾ എ ഞാൻ എക്സ് എന്ന് എടുത്തതാണ്, ആംഗിൾ ബി വൈ എന്നെടുത്തു, ആംഗിൾ സി വീണ്ടും എക്സ്, ആംഗിൾ ഡി എന്താണ്? വൈ. ഈക്വൽസ് 360 ഡിഗ്രി. എക്സും കൂടെ കൂട്ടുമ്പോൾ 2x, വൈയും കൂടെ കൂട്ടുമ്പോൾ 2y ഈക്വൽസ് 360. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. ആ 2നെ ഞാൻ പുറത്തെടുത്താൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം, ഈക്വൽസ് 360. ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 2 ഈക്വൽ സൈനിനപ്പുറം ഒന്ന് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും.
ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് പ്ലസ് വൈ ഉണ്ട് അല്ലേ. 360/2 എത്രയാണ്? 180. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 180. ഇത് നമ്മൾ എക്സിനെ വൈ ഒക്കെ ആയിട്ട് ആരെയാണ് എടുത്തിരുന്നത്? എക്സ് ഇതാ ഇവിടെ എ ആണ്, ആംഗിൾ എ ഉണ്ട്. വൈക്ക് പകരം ആംഗിൾ ബിയും എഴുതാം അല്ലേ. അതുപോലെ എക്സിന് പകരം നമുക്ക് ആംഗിൾ സിയും എടുക്കാം, വൈക്ക് പകരം എന്താണ്? ആംഗിൾ ഡിയും എടുക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ആർക്കാ ഉള്ളത്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആവും. അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സം 180 ആകുന്നത് ഏത് ക്വാഡ്രിലാറ്ററലിനാണ്? പാരലലോഗ്രാമിനല്ലേ. ദെർഫോർ എന്ത് നമുക്ക് എഴുതാൻ പറ്റും? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. എ ബി സി ഡി എന്താണ്? ഒരു പാരലലോഗ്രാമാണ്. ഓക്കെ, 12ാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ സെൻറ്റേഴ്സ് അറ്റ് ഒ. ചിത്രത്തിൽ എ ബി ഡയമീറ്ററായ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. അതിൻ്റെ കേന്ദ്രം സെൻറ്റർ ഒ ആണ്. പ്രൂവ് ദാറ്റ് ആംഗിൾ എ സി ബി ഈസ് എ റൈറ്റ് ആംഗിൾ. ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന ആംഗിൾ എ സി ബി റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. എന്താ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? ആംഗിൾ എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ സർക്കിളിൻ്റെ സെൻറ്റർ ഒ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള പോയിന്റുകളാണ് എയും ബിയും സിയും ഒക്കെ. അപ്പോൾ ഒ എയും ഒ ബിയും ഒ സിയും തുല്യമായിരിക്കും. കാരണം എന്താ? ഇത് മൂന്നും എന്താണ്? റേഡിയസ് അല്ലേ. റേഡിയസ് എല്ലാം എന്താണ്? ഈക്വൽ അല്ലേ. അപ്പോൾ ഞാനെന്താ ഈ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ഒ സി എടുത്താൽ ആ ട്രയാങ്കിളിലെ 2 സൈഡാണ് ഏതൊക്കെയാണ്? ഒ സിയും ഒ എയും. എ സി അല്ല, ഒ എയും ഒ സിയും. ഒ എ ഈക്വൽസ് എന്താണ്? ഒ സി ആണ് അല്ലേ. അതുപോലെ ട്രയാങ്കിൾ ബി ഒ സി എടുത്താലും ഒ ബി ഈക്വൽസ് ഒ സി ആണ്. ഒ ബി ഈക്വൽസ് ഒ സി ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ഒ സിയും ട്രയാങ്കിൾ ബി ഒ സിയും എന്ത് ടൈപ്പ് ട്രയാങ്കിളാണ്? ദീസ് ആർ എന്ത് ടൈപ്പ് ട്രയാങ്കിൾ? ദീസ് ആർ ഐസോസെലസ് അല്ലേ. ഇത് രണ്ടും എന്ത് ട്രയാങ്കിളാണ്? ഐസോസെലസ് ട്രയാങ്കിളാണ് അല്ലേ. ദീസ് ആർ ഐസോസെലസ് ട്രയാങ്കിൾസ്. ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒ എയുടെ ഇവിടെ എന്താണെങ്കിൽ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? എക്സ് അല്ലേ. ഒ എയും ഒ സിയും, ഒ സിക്ക് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഒ എക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും അല്ലേ. അതുപോലെ ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? വൈ തന്നെ ആയിരിക്കും തന്നല്ലോ. ഇനി നമ്മൾ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് നോക്കൂ. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി. അതിൻ്റെ സം എത്ര ആയിരിക്കും? 180 ആയിരിക്കും അല്ലേ. ആംഗിൾ എ എത്രയാണ്? എക്സ്. ആംഗിൾ ബി എത്രയാണ്? വൈ. ആംഗിൾ സിയുടെ അവിടെ 2 ആംഗിൾ ചേർന്നാണ് കിടക്കുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 180. ഇവിടെ എക്സും കൂടെ കൂട്ടുമ്പോൾ 2x, വൈയും കൂടെ കൂട്ടുമ്പോൾ 2y ഈക്വൽസ് 180. 2 പൊതുവേ എടുക്കുമ്പോൾ 2 × x + y ഈക്വൽസ് 180 എന്ന് കിട്ടും. അതായത് x + y ഈക്വൽസ് 2 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുമ്പോൾ x + yയുടെ വാല്യൂ എത്രയാണെന്നാണ് കിട്ടുന്നത്? 90 ഡിഗ്രി. അതായത് x + y ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഏതാണ്? ഈ സി എന്ന് പറയുന്ന ആംഗിളാണ്. അതായത് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ സി ബി ആണ് റൈറ്റ് ആംഗിൾ. അതായത് ആംഗിൾ എ സി ബി നമുക്ക് എത്രയെന്ന് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി സെക്ഷൻ ഡി ആണ്. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർ 4 ഈച്ച്. ഈ സെക്ഷനിൽ 4 ചോദ്യങ്ങളാണുള്ളത്. 4 മാർക്ക് വീതമുള്ള ചോദ്യങ്ങൾ. 13ാമത്തെ ചോദ്യം. ദ പിക്ചർ ഷോസ് എ സ്ക്വയർ ഫോംഡ് ബൈ 9 ഡേറ്റ്സ് ഓഫ് എ മന്ത് ഇൻ എ കലണ്ടർ. ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ് ഗീവ്സ് 28. ഇതൊരു കലണ്ടർ, ഒരു മാസത്തിലെ കലണ്ടറിൽ നിന്ന് എടുത്ത ഒരു സമചതുരമാണ്. അവിടെ സ്ക്വയർ എടുത്തിരിക്കുകയാണ്. കലണ്ടറിലെ നമ്പേഴ്സാണ്. അതിൽ എന്ത് ചെയ്തിരിക്കുന്നു? കോർണർ നമ്പറുകൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്നു 2 × 18 36, അതുപോലെ 4 × 16 64. എന്നിട്ട് അവിടെ ഡിഫറൻസും എടുത്തിട്ടുണ്ട്. എന്താണ്? 28 എന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? എക്സ്പ്ലെയിൻ വൈ ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്റ്റ് ഈസ് 28 ഫോർ എനി സച്ച് സ്ക്വയർ ഓഫ് 9 ഡേറ്റ്സ്. ഇങ്ങനെ 9 ഡേറ്റുകൾ നമ്മൾ കലണ്ടറിൽ എടുത്താൽ ഏത് 9 ഡേറ്റുകളുടെയും ഇതുപോലുള്ള കോർണറുകൾ നമ്പറുകളുടെ പ്രോഡക്റ്റിൻ്റെ വ്യത്യാസം 28 തന്നെ ആയിരിക്കുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആ കലണ്ടർ നമ്പേഴ്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെൻട്രൽ നമ്പർ നമുക്ക് 10 ആണ്. 10ൻ്റെ റൈറ്റിലോട്ട് 10ന് 1 കൂട്ടിയാണ് 11. 10ൻ്റെ ലെഫ്റ്റിലോട്ട് 10ന് 1 കുറച്ചാണ് 9. ഇപ്പോൾ നമുക്കിത് എക്സ് ഉപയോഗിച്ച് ഇതേ കലണ്ടർ നമ്പർ എക്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ മിഡിൽ നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് വെച്ച് എടുക്കുക. 10നോട് 1 കൂട്ടിയാൽ 11. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ അടുത്തതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്? എക്സ് + 1 ആണ് അല്ലേ. 10ൽ നിന്ന് 1 കുറച്ചാണ് 9. അപ്പോൾ എക്സിൽ നിന്ന് 1 കുറയ്ക്കുക.
എക്സ് മൈനസ് 1. 10ൽ നിന്ന് 7 കുറയ്ക്കുന്നതാണ് 3. അപ്പോൾ എക്സിൽ നിന്ന് 1 കുറയ്ക്കുക, 7 കുറയ്ക്കുക, എക്സ് മൈനസ് 7. 10ൽ നിന്ന് 7 കുറയ്ക്കുമ്പോഴാണ് 3 കിട്ടുന്നത്. അതുപോലെ 10നോട് 7 കൂട്ടുമ്പോഴാണ് 17. അപ്പോൾ എക്സിൽ നിന്ന് 7 മൈനസ് ചെയ്ത് എക്സ് മൈനസ് 7, എക്സിനോട് 7 കൂട്ടി എക്സ് പ്ലസ് 7. ഓക്കെ, ഇനി അടുത്ത നമ്പർ 3നോട് 1 കൂട്ടിയാണ് 4 എഴുതുന്നത്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 7നോട് 1 കൂട്ടുമ്പോൾ ഇവിടെ എക്സ് മൈനസ് 6 എന്ന് വരും. ഇവിടെ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ഇവിടെ എക്സ് മൈനസ് 8 എന്ന് വരും. എക്സ് പ്ലസ് 7നോട് 1 കൂട്ടുമ്പോൾ എക്സ് പ്ലസ് 8 എന്ന് വരും. 1 കുറയ്ക്കുമ്പോൾ എക്സ് പ്ലസ് 6 എന്ന് വരും. ഇതുപോലെ നമുക്ക് കോർണർ നമ്പേഴ്സ് റൗണ്ട് ചെയ്ത് വെക്കാം. നമുക്ക് എന്താ എടുക്കേണ്ടത്? പ്രോഡക്റ്റുകളല്ലേ. അപ്പോൾ ഈ കോർണർ നമ്പറുടെ പ്രോഡക്റ്റ് എടുത്ത് എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 8. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതിൻ്റെ ആൻസർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. ഇനി ഇതുപോലെ ഇവിടുത്തെ കോർണറിൽ ഏതൊക്കെയാണ്? എക്സ് പ്ലസ് 6ഉം എക്സ് മൈനസ് 6ഉം. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വൈക്ക് പകരം ഇവിടെ 6 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും മൈനസ് ചെയ്യാനാണ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയറിൽ നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ മൈനസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ മൈനസ് അകത്ത് കയറ്റുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ഇതെന്താവും? പ്ലസ് ആവും. മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും ക്യാൻസലായി പോവും. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 മൈനസ് 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര തന്നെ? 8 തന്നെയല്ലേ, 28 തന്നെയല്ലേ. അപ്പോൾ ഏത് 9 കലണ്ടർ നമ്പറുകൾ എടുത്താലും നമുക്ക് ഡിഫറൻസ്, ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസ് എത്ര തന്നെയാണ് കിട്ടുന്നത്? 28. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. അതിലും ഓവർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 15 സെൻറ്റിമീറ്റേഴ്സ് 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 24 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വശങ്ങൾ തന്നിരിക്കുന്നത്? 15 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ, വീണ്ടും ഒരു 15 ഉണ്ട് കേട്ടോ, 2 15 സെൻറ്റിമീറ്റർ ഉണ്ട്. 15, 15, 24. അപ്പോൾ 2 വശങ്ങൾ തുല്യമാണ് അല്ലേ. അതായത് ഇത് എന്ത് ട്രയാങ്കിളാണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെ 15 വരും, ഇവിടെ 15 വരും, ഇവിടെ എത്രയാണ് വരുന്നത്? 24 വരും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ. ഞാൻ പേരൊക്കെ കൊടുക്കുകയാണ്. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് നമുക്ക് ഇതിന് ഹൈറ്റ് വേണം. ഇവിടെ ഹൈറ്റ് വരച്ചു. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് വരയ്ക്കണതിനൊരു പ്രത്യേകതയുണ്ട്. ഹൈറ്റ് വരയ്ക്കുമ്പോൾ എന്തായിരിക്കും? അത് ഈ ബേസിന് തുല്യമായി ഭാഗം ചെയ്യും അല്ലേ. ഇവിടെ 12 ആവും, അപ്പോൾ ഇവിടെ എന്താവും? 12, 24 തുല്യമായിട്ട് ഭാഗിക്കപ്പെടും. അപ്പോൾ നമുക്കിവിടെ പൈതഗോറസ് തിയറം, ഇതൊരു പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് ബൈസെക്ട് ചെയ്യുന്നത്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മൾ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളായിട്ട് മാറും? അപ്പോൾ റൈറ്റ് ട്രയാങ്കിളായിട്ട് മാറും. ഞാനിവിടെ ഡി എന്ന് കൊടുക്കാം. റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. ഇതിപ്പോൾ 12 ആണ്, ഇത് 15 ആണ്. ഇവിടുത്തെ അളവാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഹൈറ്റാണ് കാണേണ്ടത്. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ സി ഡി സ്ക്വയർ ഈക്വൽസ് എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ എന്ന് എഴുതാം. എന്താണത്? പൈതഗോറസ് തിയറം അല്ലേ. എ സി സ്ക്വയർ എത്രയാണ്? 15ൻ്റെ സ്ക്വയർ. എ ഡി സ്ക്വയർ 12ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. 12ൻ്റെ സ്ക്വയർ 144. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 81 കിട്ടും. സി ഡി സ്ക്വയർ ആണ് 81. അപ്പോൾ സി ഡി ഈക്വൽസ് നമുക്ക് എന്താ കിട്ടുന്നത്? √81 ആണ്. √81 എത്രയാണ്? 9. അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9 കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇവിടെ ബേസ് നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ ബേസാണ് എടുക്കേണ്ടത് കേട്ടോ. എത്രയാണ്? 24. ഹൈറ്റ് എത്രയാണ്? 9 അല്ലേ. 24 രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 12 എന്ന് വരും. 12 ഇൻറ്റു 9 എത്രയാണ്? 108. 108 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. 14ാമത്തെ ചോദ്യത്തിൽ തന്നെ ബി പാർട്ട് ചോദ്യം, ഓർ ചോദ്യം. ഇൻ ദ പിക്ചർ P and Q are the Pയും Qയും midpoints of the sides of AB and CD of the parallelogram ABCD. ABCD ഒരു പാരലലോഗ്രാം ആയിരുന്നു. ABയുടെ മിഡ് പോയിന്റ് B ആണ്, CDയുടെ മിഡ് പോയിന്റ് Q ആണ്. പ്രൂവ് ദാറ്റ് APCQ ഈസ് എ പാരലലോഗ്രാം. ഈ APCQ എന്താണെന്ന് പ്രൂവ് ചെയ്യുക? പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യുക. ഞാൻ ആ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. പി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? പി മിഡ് പോയിൻ്റ് ആകുമ്പോൾ ഈ എ പി എന്ന മെഷർമെൻറ്റ് എങ്ങനെ? എ പി എന്ന അളവ്, എ പി എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയല്ലേ, ഹാഫ് ഓഫ് എ ബി. അതുമാതിരി ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് സി ഡി. ക്യൂ എന്താണ്?
സി ഡിയുടെ മിഡ് പോയിൻ്റാണ്. ക്യൂ എന്നതിൻ്റെ മിഡ് പോയിൻ്റാണ് സി ഡിയുടെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ക്യൂ സി എങ്ങനെ പറയാം, അല്ലെങ്കിൽ സി ക്യൂവിനെ എങ്ങനെ പറയാം? ഹാഫ് ഓഫ് സി ഡി, സി ഡിയുടെ പകുതിയാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി സി ഡി ഒരു പാരലലോഗ്രാം അല്ലേ? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. ഓക്കെ, എ ബി സി ഡി പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. എ ബി ഈക്വൽ സി ഡി. എ ബി സി ഡി ഈക്വൽ ആണെങ്കിൽ എ ബിയുടെ പകുതിയും സി ഡിയുടെ പകുതിയും എന്തായിരിക്കും? തുല്യമായിരിക്കില്ലേ? എ ബിയുടെ പകുതി ഇവിടെ എത്രയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്? എ പി എന്ന്. അതുപോലെ സി ഡിയുടെ പകുതി എത്രയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്? സി ക്യു എന്ന്. അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും എന്തായി? തുല്യമായി അല്ലേ? എ ബി സി ഡി പാരലലോഗ്രാം ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു സി ഡിയുമാണ്, എ ബി പാരലൽ എന്തുമാണ്? സി ഡിയുമാണ്. അത് ഈ എ ബി എന്ന വശത്തിലുള്ളൊരു സെഗ്മെൻ്റ് അല്ലേ എ പി, സി ഡി എന്നൊരു വശത്തിലുള്ള സെഗ്മെൻ്റ് അല്ലേ സി ക്യു. അതുകൊണ്ട് എ പിയും സി ക്യുവും എന്തുമാണ്? പാരലലുമാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സ്, ഈ എ പി സി ക്യു എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലായിട്ടും കിട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിട്ടും കിട്ടി. ഇഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ, ഒരു ക്വാഡ്രിലാറ്ററലിൽ ഏതെങ്കിലും ഒരു ജോഡി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇറ്റ്സ് എ പാരലലോഗ്രാം. ഈക്വലും ആണ്, അതുപോലെ അത് രണ്ടും പാരലലും ആണെങ്കിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്, അതുപോലെ ആ രണ്ട് സൈഡ്സും പാരലലും ആണെങ്കിൽ ഒരു ജോഡി മതി കേട്ടോ. ഈ ഇപ്പുറത്തെ ജോഡിയുടെ അത് പ്രൂവ് ചെയ്യണമെന്നില്ല. നമ്മൾ ഒരു ജോഡി സൈഡുകൾ ഈക്വൽ ആണെന്നും ഒരു ജോഡി ഓപ്പോസിറ്റ് വശങ്ങൾ ഈക്വൽ ആണെന്നും പാരലൽ ആണെന്നും പ്രൂവ് ചെയ്താൽ അതെന്തായി മാറും? പാരലലോഗ്രാമായിട്ട് മാറും. അപ്പോൾ എ പി സി ക്യു ഈസ് എ പാരലലോഗ്രാം. അതുകൊണ്ട് എ പി സി ക്യു എന്താണ്? പാരലലോഗ്രാമാണ്. 15ാമത്തെ ചോദ്യം, ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ്സ് 4 സെൻറ്റിമീറ്റേഴ്സ്. ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുക. അതിൻ്റെ വശങ്ങൾ എത്ര വീതമായിരിക്കണം? 4 സെൻറ്റിമീറ്റർ വീതമായിരിക്കണം. ഒരു റെഗുലർ ഹെക്സഗണിനകത്തെ ഒരു ഇന്നർ ആംഗിൾ, ഈച്ച് ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഒരു റെഗുലർ ഹെക്സഗണിനകത്തെ ഇന്നർ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. അതെങ്ങനെ കിട്ടി? നമുക്ക് 360 ആണല്ലോ ഔട്ടർ ആംഗിളിൻ്റെ സം അല്ലേ? 300 ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡാണ്? 6 സൈഡാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. ആ ഔട്ടർ ആംഗിൾ 60-ൽ നിന്ന് 180 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇന്നർ ആംഗിൾ എത്രയാണ്? 120. ഇനി നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ഡ്രോ എ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വൽ ആകണം, ആംഗിൾസ് എല്ലാം എത്ര ആയിരിക്കണം? 120 ഡിഗ്രി ആയിരിക്കണം. 6 കോണുകളുണ്ടെങ്കിൽ 6 കോണുകളും 120 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ സൈഡ് അവർ പറഞ്ഞിട്ടുണ്ട് എത്ര സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാനാണ്? 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാനാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ വരച്ച ശേഷം ഇവിടെ 2 എൻഡ് പോയിൻറ്റുകളുണ്ടല്ലോ, അവിടെ പേര് വേണമെങ്കിൽ കൊടുക്കുക. എയും ബിയും കൊടുത്തിട്ട് എയിൽ നിന്നും ബിയിൽ നിന്നും എത്ര ഡിഗ്രി എടുക്കുക? 120 ഡിഗ്രി എടുത്ത് നീട്ടി വരയ്ക്കണം കേട്ടോ. എയിൽ നിന്ന് 120 ഡിഗ്രി, അതുപോലെ ബിയിൽ നിന്നും എത്രയാണ്? 120 ഡിഗ്രി നീട്ടി വരച്ചല്ലോ. ഇനി നമുക്ക് സൈഡ് 4 തന്നെ കീപ്പ് ചെയ്ത് പോകണം. അപ്പോൾ 4 മാർക്ക് ചെയ്യുക, പേര് 4 മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് വീണ്ടും എത്ര ഡിഗ്രി വീതം എടുക്കുക? 120 ഡിഗ്രി വീതം എടുക്കണം കേട്ടോ. 120 അത് നീട്ടി വരയ്ക്കുക. വീണ്ടും അവിടെ എന്തോ എടുക്കുക? 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണേ. എന്നിട്ട് ആ പോയിന്റ് വെച്ചുകൊണ്ട് വീണ്ടും 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. കണ്ടോ? എന്നിട്ട് അവിടെയും 4 സെൻറ്റിമീറ്റർ ഉണ്ടോ എന്ന് നോക്കുക. ഇതാ 4 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് വീണ്ടും പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യും. കറക്റ്റ് അവിടെ എത്ര സെൻറ്റിമീറ്ററിലൊന്ന് നിൽക്കും? 4 സെൻറ്റിമീറ്റർ. കണ്ടോ? ഇവിടെ എല്ലാം എന്തായിരിക്കും? 4 4 4. പേരൊക്കെ കറക്റ്റ് പേരൊക്കെ കൊടുത്തു പോകണം കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത ഈ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് മായ്ച്ച് കളയുക. അതിനകത്തെല്ലാം എത്ര ഡിഗ്രി വീതമായിരിക്കും? 120 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ ബി പാർട്ടുണ്ട്. ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഓൾ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ. 3 വശങ്ങളും
എല്ലാ വശങ്ങളും 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ബട്ട് നോട്ട് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അവയുടെ കോണുകൾ തുല്യമാകാൻ പാടില്ല. കോണുകൾ തുല്യമാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺ എടുക്കാം. പക്ഷേ കോണുകൾ കൂട്ടി വരുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം നമുക്ക്? സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ് നമ്മൾ പഠിച്ചത്? റെഗുലർ ഹെക്സഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം? n-2 × 180. അപ്പോൾ 6 ആകുമ്പോൾ 6 - 2 × 180, അതായത് 4 × 180 നമുക്ക് 720 എന്ന് കിട്ടും. അതായത് കോണുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 720 ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇവിടെ 120 തുല്യമായിട്ട് എടുക്കാനാണ് എ പാർട്ടിൽ പറഞ്ഞത്. ബി പാർട്ടി പറയുന്നത് സൈഡെല്ലാം 3 ആയിരിക്കണം, പക്ഷേ കോണൊന്നും തുല്യമാകാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺ എടുക്കാം, പക്ഷേ അവിടെ സം എത്രയായിരിക്കണം? കൂട്ടുമ്പോൾ 720 ആയിരിക്കണം. നിങ്ങൾ ഇഷ്ടമുള്ള കോണുകൾ എടുത്തെടുത്ത് വരിക. അവസാനം അത് കൂട്ടുമ്പോൾ എത്ര കിട്ടിയാൽ മതി? 720 കിട്ടിയാൽ മതി. അത് ഇതുപോലെ വരച്ചെടുക്കുക. ഇതുപോലെ വരയ്ക്കുക കേട്ടോ. എല്ലാ സൈഡും നമുക്ക് 3 സെൻറ്റിമീറ്ററും വേണം. എല്ലാ സൈഡും 3 സെൻറ്റിമീറ്റർ വേണം. ആംഗിൾ 160, 110, 100 ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കുക. അതുപോലെ ഒരു 6 സൈഡുള്ള രൂപം നിങ്ങൾക്ക് കിട്ടും. 16ാമത്തെ ചോദ്യം. ദ ഗ്രിഡ് ഷോസ് സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ സ്ക്വയർ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ. ഏതോ ഒരു 2 അക്ക സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിൻ്റെ ഗ്രിഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻഡിക്കേറ്റഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതുക. ഇപ്പോൾ ഇവിടെ 900, അതുപോലെ 16. 900 ഏതിൻ്റെ സ്ക്വയറാണ്? 30ൻ്റെ സ്ക്വയർ അല്ലേ? 3ൻ്റെ സ്ക്വയർ അല്ലേ? 9. അപ്പോൾ 0യുടെ സ്ക്വയർ 2 0. അപ്പോൾ ഇവിടെ എന്തിട്ട് കൊടുക്കുക? 30. 16 ഏതിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്തിട്ട് കൊടുക്കുക? 4. അതേ 30 തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുക. അതേ 4 തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുക. 30 × 30 90. 30 × 4 എത്രയാണ്? 120. 30 × 4 എത്രയാണ്? ഇവിടെയും 120. മിസ്സിംഗ് നമ്പേഴ്സ് എഴുതി കഴിഞ്ഞു. ഇനി ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പേഴ്സ് ഈസ് കമ്പ്യൂട്ടഡ്. ഏതിൻ്റെ സ്ക്വയറാണ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 34 കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. 30 + 4 എത്രയാണ്? 34. അതുപോലെ വാട്ട് ഈസ് ഇറ്റ് സ്ക്വയർ? എന്താണ് ഇതിൻ്റെ സ്ക്വയർ? എന്താ? 900 + 120 + 120 + 16 ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് കിട്ടും. അതായത് ഇത് 1156. 34ൻ്റെ സ്ക്വയർ അപ്പോൾ എത്രയാണ്? 1156.